സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുകൊണ്ട് അതൊരു പാലമാണ്. അതെങ്ങനെ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. നമ്പറിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വിജയൻ KG. ദൃശ്യ ശ്രവ്യ സോഷ്യൽ മീഡിയ ഇവയുടെ വ്യവസായവൽക്കരണം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. ആയതുകൊണ്ട് വൈവിധ്യങ്ങളുടെ വ്യത്യസ്തതയുടെ കൂടിച്ചേരൽ എങ്ങനെ സാധ്യമാകും? ചരലുകൾക്ക് ഏറ്റവും കൂടുതൽ വഴിയൊരുക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പേഴ്സണലി എനിക്ക് ഇത്രയും അധികം മനുഷ്യരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു. കാരണം ഞാൻ വളരെ ഒരു എന്തിൻ്റെയെങ്കിലും ഭാഗമായിട്ട് ജീവിക്കുന്ന ഒരാളല്ല, വളരെ സമാന്തരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായി മിണ്ടാനും പറയാനുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. എത്രയും അധികം മനുഷ്യരായിട്ട് എന്നെ കണക്ട് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുകൊണ്ട് അതൊരു പാലമാണ്. അതെങ്ങനെ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. എല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു വ്യവസ്ഥ, ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ പുസ്തകം സമ്മാനിക്കുക എന്ന് പറയുന്ന വളരെ നാച്ചുറലായിട്ടുള്ള ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വ്യവസ്ഥ നമ്മൾ തെറ്റിച്ചത്. ആ വ്യവസ്ഥ തെറ്റിച്ചതാണ് ഇന്നത്തെ ഏറ്റവും നല്ല സമ്മാനം. അതാണ് കുട്ടിക്ക് നമ്മൾ പുസ്തകം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ വ്യവസ്ഥകൾ തെറ്റിക്കുക എന്ന് പറയുന്ന അതിന് ഏതൊരു വ്യവസ്ഥ തെറ്റിക്കുമ്പോഴും അതിന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും. പക്ഷേ വ്യവസ്ഥകളൊക്കെ തെറ്റിക്കേണ്ടതും തെറ്റേണ്ടതുമാണ്. കാരണം വ്യവസ്ഥ, നമ്മളിപ്പോൾ ജീവിക്കുന്ന മനുഷ്യൻ എന്ന വ്യവസ്ഥ ഇറ്റ്സെൽഫ് ഒരു രോഗമാണ്. റൂമി പറയുന്ന ഒരു മനോഹരമായൊരു വാക്കുണ്ട്, മനുഷ്യനല്ല രോഗം വരുന്നത്, മനുഷ്യനാണ് രോഗം. മനുഷ്യന് രോഗം വരികയല്ല, മനുഷ്യനാണ് രോഗം. ആ രോഗത്തെ ശുശ്രൂഷിക്കാനുള്ള, ശമനം കിട്ടാനുള്ള മരുന്നുകളാണ് നമ്മൾ തേടേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ശരികൾ സ്ഥാപിക്കാൻ മാത്രം കൊള്ളാവുന്ന ശരികളൊന്നും നമ്മളിലില്ല, നാച്ചുറലായിട്ടില്ല. ഇപ്പം നാരായണ ഗുരു പറയും, അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരിതന്ത വാമയായും വരും, ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. ബോധശാസ്ത്രമാണ് പറയുന്നത്, ആത്മീയതയൊന്നുമല്ല. അറിവ് എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ് അർത്ഥം. നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ആദ്യം ഉണരുന്ന സ്പന്ദനം ഞാൻ എന്നതാണ്. അതിനോട് കൂടിച്ചേർന്ന് വരുന്നത് എൻ്റേത് എന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്നും എൻ്റേതെന്നും പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മളിൽ ഉള്ളതാണ്. ഈ ഞാനിൻ്റെയും എൻ്റേതിൻ്റെയും വികാസ പരിണാമങ്ങളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ കോറിനെ മറച്ചു കളയുന്ന ഒരു വള്ളിപ്പടർപ്പായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം അസ്വസ്ഥത അനുഭവിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഒരിക്കൽ ഗുരുനിത്യയോട് ചോദിക്കുന്നുണ്ട്, ഈ ഞാനെന്നും എൻ്റേതെന്നും പറയുന്നത് ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യുക? അപ്പം അദ്ദേഹം പറയുന്നത്, ഞാനെന്നും എൻ്റേതെന്നും പറയുന്നത് ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല, പക്ഷേ ഞാനെന്നും എൻ്റേതെന്നും പറയുന്നത് വികസിപ്പിക്കാൻ പറ്റും. നമുക്കൊരിക്കലും ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റില്ല. അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺഷ്യസ്നെസ്സിന് അറിയാവുന്ന ഏക പണി. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒന്നും നമ്മുടെ ബോധത്തിന് അറിയില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ അറ്റാച്ച്മെൻറ്റിനെ വികസിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്ത പോലെ ഈ വീട്ടുകാർക്ക് ഈ വീട്ടുമുറ്റവും ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ എന്ന് പറയുന്നതാണ്. ആ ഞാനെന്നും എൻ്റേതെന്നും പറയുന്നതിനെ വികസിപ്പിച്ചിട്ട് കുറച്ച് മനുഷ്യരുടെ ഇതും കൂടെ ആക്കി കുറച്ച് സമയം വിട്ടുകൊടുക്കാൻ പറ്റും. എൻ്റെ സ്ഥലത്ത് തന്നെയാണ്, ഈ ആളുടെ എൻ്റെ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവർക്ക് കൂടി എൻ്റെ എന്ന സ്പേസിലേക്ക് നമ്മൾ അവരെ അക്കമഡേറ്റ് ചെയ്യുമ്പോൾ എന്നിലെ എൻ്റെ എന്നതിൻ്റെ ആ വലിഞ്ഞു മുറുകൾക്ക് അയവുണ്ടാവും. ആ അയവിനെയാണ് നമ്മൾ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി അറ്റാച്ച്മെൻറ്റ് ഉപയോഗിക്കുന്ന ആൾ അനുഭവിക്കുന്ന അനുഭവമാണ്
അറ്റാച്ച്മെൻറ്റിലെ അയവ്, ആ ഒരു എന്താ പറയുക, ഒരു ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഡിറ്റാച്ച്ഡ് ആവേണ്ടത്. അല്ലാതെ ഡിറ്റാച്ച്മെൻറ്റ് നമുക്കൊരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, അതുകൊണ്ട് എൻ്റെ എന്ന് പറയുന്ന ഒരു ചെറിയ വലയത്തിലേക്ക് മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിനെയാണ് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിയുന്നവരാണ്. ഞാൻ പരിചയപ്പെട്ട പുസ്തകത്തേക്കാൾ കൂടുതൽ ഫേസ്ബുക്കിലും. ഞാൻ കൊറോണ കാലത്ത് ഞാൻ ആലോചിക്കുകയാണ്, കൊറോണ വന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ഒരു മുറിയിൽ 2 പേരെ അടച്ചിട്ടു. അവർക്ക് കൊറോണ എന്നിട്ട് വാതിലിൻ്റെ അടിയിലൂടെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ആ മുറിയിലിരുന്നിട്ട് ഒരാൾ എന്നെ ഫോൺ വിളിക്കുകയാണ്. അവിടെ ഷൗക്കത്ത് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട് എന്തെങ്കിലും 2 വാക്ക് പറയണം, ഞങ്ങളിവിടെ കിടന്ന് മരിച്ചു പോകും ഒറ്റപ്പെട്ടിട്ട്. അപ്പോൾ ഞാൻ നമ്മളെ പഴയ ശൈലിയിൽ ഞാൻ പറയണവരോട്, എനിക്കങ്ങനെ മുഖം കാണാതെ, മനുഷ്യരുടെ മുഖം ഇങ്ങനെ നേർക്കുനേർ കാണാതെ ഒന്നും സംസാരിച്ച് പരിചയമല്ല. എനിക്കത് വരില്ല, വാക്കൊന്നും വരില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ ഈ ഫേസ്ബുക്കിലൂടെ സംസാരിക്കുക, ലൈവ്, ഇതൊന്നും എൻ്റെ സിസ്റ്റത്തിന് വെറുതെ അങ്ങ് പറയുകയാണ്. നമ്മളങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഷൗക്കത്തെ നീ അങ്ങനെ ആയിരിക്കും, പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ശ്വാസം മുട്ടിയിരിക്കുക. ഇപ്പം നിങ്ങളുടെ വാക്ക് നമ്മൾ വായിക്കുന്ന ആൾ, അപ്പോൾ ഒന്ന് കേട്ട് നിങ്ങളുടെ മുഖം കണ്ടാൽ ആരെങ്കിലും അറിയണം. അപ്പോൾ ഞാനൊന്ന് അയഞ്ഞു, എൻ്റെ കടുംപിടുത്തം ഒന്ന് അയഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഈ ലൈവ് എങ്ങനെ ചെയ്യാൻ. അതാണ് പ്രശ്നം. നമുക്ക് പരിചയമില്ല എന്നതുകൊണ്ടാണ് പലതും നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പോൾ ആരുടെയും ചോദിക്കാമെന്ന് പറഞ്ഞു, ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ലൈവിൽ വരുന്നത് കൊറോണ സമയത്താണ്. അത് പിന്നെ ഒരുപാട് മനുഷ്യർ കൊറോണ കാലത്ത് എല്ലാവരും ഈ ഭീതി പറയുന്ന സമയത്ത് ഞാൻ പാട്ട് പാടാത്ത ആളാണ്. ഞാൻ അതിൽ വന്നിരുന്ന ഉടനെ പാട്ട് പാടും. അപ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കും. ഞാൻ എല്ലാ പാട്ടും പാടും. പാട്ട് പാടിയിട്ടാണ് ഞാൻ തുടങ്ങുക. എനിക്കൊരു പാട്ട് പാടാനും അറിയില്ല. അപ്പോൾ ഞാൻ പൊട്ടത്തരാണ്, എല്ലാ ശ്രുതിയില്ല, എല്ലാ വെള്ളി വീഴലുകളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഭീതിയിലിരിക്കുന്ന ആളൊക്കെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിന്നെ ഗുരുനിത്യയുടെ ജീവിതം പറയുന്നു. അതിപ്പോഴും തുടരുകയാണ്, എത്രയോ വർഷങ്ങളായി. അതാണിപ്പോൾ പലതും പുസ്തകമാവുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരായിട്ടുള്ള സൗഹൃദങ്ങൾ, അതിൽ സ്പിരിച്വൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർ വളരെ കുറച്ചുള്ളൂ. എനിക്ക് സ്പിരിച്വൽ സുഹൃത്തുക്കൾ വളരെ കുറവാണ്. പക്ഷേ എന്നാലും എന്നെ സ്പിരിച്വൽ എന്നുള്ള ഫ്രെയിമിൽ നിന്ന് പുറത്താക്കാൻ എളുപ്പമല്ല. അതെന്താ, ഇപ്പോൾ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ആദ്യം മുസ്ലിംന്നേ വരൂ. ഞാൻ ജോസഫ് എന്ന് പറഞ്ഞു എന്ന് കരുതാം. ജോസഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ ക്രിസ്ത്യാനി എന്നാണ് ആദ്യം വരിക. ബിന്ദു അല്ലെങ്കിൽ സുരേഷ് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് വരും. എന്താ മനുഷ്യന്ന് വരാത്തെ? മനുഷ്യന്ന് വരില്ല. അത് നമുക്ക് ജാതി മതബോധം ഉണ്ടായിട്ടൊന്നല്ല, ശീലിച്ചതാണ്. ജോസഫ് എന്ന വാക്ക് നിരന്തരം ക്രിസ്ത്യാനി എന്ന ഭാവവുമായി ചേർത്ത് വെച്ചാണ് എൻ്റെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനാണ് പ്രതിഭ എന്ന് പറയും. പേരായിരം പ്രതിഭയായിരം. നാരായണഗുരു പറയും, നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ ബോധം ആ വാക്കുമായി ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭാവമുണ്ട്. അതിനാണ് പ്രതിഭ എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതാണ് ഉണരുക. അത് ഏറ്റവും കൂടുതൽ ശീലിച്ചിട്ടുള്ളതാണ് ഉണരുക. ഞാൻ ദൈവമേ എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവമേ എന്ന് പറയുന്നൊരു വാക്കേ പറയുന്നുള്ളൂ. ഇവിടെ കൃഷ്ണഭക്തരുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ കൃഷ്ണനാ വരിക, ശിവഭക്തരുണ്ടെങ്കിൽ ശിവൻ വരും, ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അവരുടെ ഒരു ഭാവം വരും, ക്രിസ്തു മതവിശ്വാസിയാണെങ്കിൽ അവരുടെ ഒരു ഭാവം വരും, നിരീശ്വരവാദിയാണെങ്കിൽ ഛേ എന്ന് വരും, ഇയാൾക്ക് വേറെ വാക്കൊന്നുമില്ല എന്ന് വയ്ക്കും. ഇതൊക്കെ ഒന്നാണ്. ആ വാക്കുമായി ബന്ധപ്പെട്ട് എൻ്റെ ബോധത്തിൽ ഉറച്ചു പോയിട്ടുള്ള ഒരു ഭാവമാണ് ഉണരുക. ദൈവമേ എന്ന വാക്കിന് ഇറ്റ്സെൽഫ് ഒരു ഭാവമില്ല, നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കൊടുത്തതാണ് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക്. നമ്മൾ ജാതി മതമൊന്നുമില്ലെങ്കിലും എന്തുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോധത്തിലെ പ്രതിഭയുടെ അടിമകളാണ്. ചിന്ത കൊണ്ടൊന്നും അതിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. പിന്നെ അതിനെ ഒഴിവാക്കാൻ പറ്റുക ഇതുപോലെയുള്ള ഇരിപ്പുകളിലാണ്. വൈവിധ്യങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ അടിയുറച്ചു പോയ സങ്കുചിതമായ ഭാവങ്ങളൊക്കെ വിശാലമാക്കാൻ പറ്റും. ക്രിസ്ത്യാനി, മുസ്ലിമും, ഹിന്ദുവും, നിരീശ്വരവാദി, യുക്തിവാദി ഒക്കെ അവിടെ തന്നെ ഇരിക്കും. അതോടൊപ്പം നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു വീക്ഷണം കൂടി വന്ന് അതിനെ പൊതിഞ്ഞു നിൽക്കും. അതിനെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ ഈ ഗോത്ര സംസ്കാരത്തിലൂടെ ജീവിച്ച് രൂപപ്പെട്ട
സങ്കുചിതമായ ഐഡൻറ്റിറ്റികളൊക്കെ ഇനാക്റ്റീവായിട്ട് കിടക്കുന്നേ ഉള്ളൂ, ഇല്ലാണ്ടാവില്ല. കോൺഷ്യസ്നെസ്സിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മളൊരിക്കലും മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കില്ല. വിശാലമായ ഒരു ജീവിതാന്തരീക്ഷം സൃഷ്ടിച്ച് സങ്കുചിതമായ നമ്മളുടെ ബോധം പുറത്തേക്ക് ഒഴുകി വരാതെ തടയാൻ പറ്റും. സങ്കുചിതത്വത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കുടുംബം അല്ലെങ്കിൽ ഞാൻ എൻ്റേത് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും. ഞാനെന്നും എൻ്റേതെന്നും പറയുന്നതിനെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഞാനെന്നും എൻ്റേതെന്നും പറയുന്നതിൻ്റെ മൂർച്ച കുറയ്ക്കാൻ, അതുണ്ടാക്കുന്ന അതിൻ്റെ കല്ലിപ്പ് കുറയ്ക്കാൻ ഇങ്ങനെയുള്ള കൂടിയിരിപ്പുകൾ നമ്മളെ സഹായിക്കും. ഇന്നിപ്പോൾ നമ്മൾ കുറച്ചും കൂടി അയവോടെ പോകും, കുറച്ചും കൂടി ഒരു അയവുണ്ടാവും നമുക്ക് ഇന്നത്തെ ദിവസം. എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചിരുന്ന് നമ്മളെ മാത്രം കേന്ദ്രമാക്കാതെ സംസാരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക ആശയത്തെയോ പ്രത്യേക മതത്തെയോ പ്രത്യേക ജാതിയെയോ ഒന്നും കേന്ദ്രമാക്കാതെ സർവരെയും കേന്ദ്രമാക്കി ഒന്നിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളാകെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ പരിവർത്തനപ്പെടുത്തേണ്ട ഇടങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് അപ്പുറത്തൊരു ശത്രുവില്ല, നമ്മളൊരു ശത്രുപക്ഷത്തെ വെച്ചിട്ടില്ല. ഫരീദുദ്ദീൻ അത്താർ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ശത്രു നിർബന്ധമാണെങ്കിൽ അത് നിങ്ങൾ തന്നെ ആയിരിക്കട്ടെ എന്നാണ് അത്താർ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നാളെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ എനിക്കെൻ്റെ മുൻപിൽ വരുന്നവരോട് പെരുമാറാൻ കഴിയണേ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ. അല്ലാതെ ഈ നാട്ടുകാരെ ഒന്ന് ശരിയാക്കണമെന്നില്ല. ഈ നാട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ ശരിയായിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ എന്നല്ല, ഞാനൊന്നുകൂടി മെച്ചപ്പെട്ട ആളാവേണ്ടതുണ്ട്, കുറച്ചും കൂടി മര്യാദയുള്ള ആളാവേണ്ടതുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ, വാക്കുകൾ നമ്മൾ പരസ്പരം കൈമാറുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള വളരെ നാച്ചുറലായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ആ ജ്ഞാനത്വം അവിടെ മറഞ്ഞിരിക്കും. അതിന് സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള കൂടിയിരിപ്പുകളും ഒക്കെ ഒരുപാട് സഹായിക്കും. നമസ്കാരം.